ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവൻ വിരിച്ചൊരുക്കി ഒരു വന്മാളിയെ കാണിച്ചു തരും, അവിടെ ഒരുക്കുവിനെന്ന് അവരോട് പറഞ്ഞു. അടുത്ത വാക്യം. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കി. ഒന്നൂടെ. അവൻ വിരിച്ചൊരുക്കി ഒരു വന്മാളിയെ കാണിച്ചു തരും, അവിടെ ഒരുക്കുവിനെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കി. ഒരു ദിവസം യേശുവിൻ്റെ അടുത്ത് ആകാര വടിവുള്ളൊരു ചെറുപ്പക്കാരൻ യേശുവിൻ്റെ അടുത്ത് വന്നു. ആ ചെറുപ്പക്കാരൻ വന്ന് യേശുവിനോട് ചോദിച്ച ചോദ്യം ഇതാണ്: കർത്താവേ, നീ എവിടെ പാർക്കുന്നു? എന്തിനാ ഇവൻ ചോദിച്ചത്? കൂടെ താമസിക്കാനാ. യേശുവിൻ്റെ മറുപടി എന്താ? കുറുനരികൾക്ക് കുഴിയും പറവകൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടയില്ല. എന്ത് ചോദിച്ചാ വന്നേ? വീട് ചോദിച്ച്. വീടുണ്ടോ? ഇല്ല. യേശു പറഞ്ഞു, കൂടില്ല, കൂടുള്ള പക്ഷിയുണ്ട്, കുഴിയുള്ള പറവയുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടയില്ല. ആ മനുഷ്യൻ തിരിച്ചുപോയി. ആകാര വടിവുള്ള ചെറുപ്പക്കാരൻ തിരിച്ചുപോയി. ഒരു ദിവസം ചുങ്കസ്ഥലത്തിരുന്ന മത്തായി റോമക്കാർക്ക് വേണ്ടി ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുക. ചോദ്യങ്ങളൊന്നുമില്ല. യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ. ഒരു ചോദ്യമില്ലാതെ കൂടെ അനുഗമിച്ചു. ഇവരെല്ലാം യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളുകളാണ്. ഞാൻ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ചരിത്രം പറയാൻ തുടങ്ങുക. നിങ്ങൾ കേട്ടോണം. സബദിപുത്രന്മാർ ഒരിക്കൽ വല നന്നാക്കിക്കൊണ്ടിരിക്കുക. ഇടിമക്കൾ ഒരിക്കൽ ആ സ്ഥലത്തിരിക്കുക. യേശു അടുത്തു വന്ന് അവരെ വിളിച്ചു. അവർ ഒന്നും ചോദിക്കാതെ അനുഗമിച്ചു. ദൂത് കേട്ടോളുക, അനുഗമിച്ച നിനക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവം. കൈയൊന്ന് പൊക്കി ഒരു ആമീൻ പറയാമോ? ഒന്നും ചോദിക്കാതെ ഇറങ്ങിയില്ലേ നീ? ഒന്നും ചോദിക്കാതെ അനുഗമിച്ചില്ലേ നീ? ഒന്നും ചോദിക്കാതെ കൂടെ ഇറങ്ങിയില്ലേ നീ? നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കാൻ കരുത്തുള്ള ഒരുത്തന് ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കാൻ കരുത്തുള്ളൊരു ദൈവം വന്നിട്ടുണ്ട്. ആളുകൾ പറഞ്ഞൊന്നും നടക്കത്തില്ലെന്ന്, വീട്ടുകാർ പറഞ്ഞൊന്നും നടക്കത്തില്ലെന്ന്, നാട്ടുകാർ പറഞ്ഞു വെറും കയ്യാന്ന്, ഈ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഒന്ന് പറഞ്ഞ്, ഒരുക്കുന്ന ദൈവം. പറഞ്ഞേ, ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ. ചുങ്കസ്ഥലത്തിരിക്കുന്നവരോട് പറഞ്ഞ് എന്നെ അനുഗമിക്കാൻ. അവൻ ചുങ്കം പിരിക്കുന്ന പിരിവൊക്കെ നിർത്തിയിട്ട് അനുഗമിച്ചു. ഒരു ദൂത് പറയാം, അനുഗമിച്ച നിനക്ക് വേണ്ടി അവൻ ഒരുക്കും. അവൻ ഒരുക്കിയാൽ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത പോലെ ഒരുക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും, നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി ഒരുക്കും, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരുക്കും. അവൻ ഒരുക്കിയാൽ ഒരുത്തനെ തടയില്ല. ഇല്ല ഇല്ല ഇല്ല, ഒരുത്തനും തടയില്ല. ഒരു മന്ത്രവാദി തടയില്ല, ഒരാഭിചാരകൻ തടയില്ല, ഒരെതിർ പ്രാർത്ഥനക്കാരൻ തടയില്ല, ഒരാപവാദി തടയില്ല. എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവാ. ഒരുക്കാൻ പോവാ. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ പോവാ. ആ കർത്താവ് ഒരുക്കും. ഒരുക്കും. കർത്താവ് ഒരുക്കോ? ഒരുക്കോ? ശരി. വീട് ചോദിച്ചിറങ്ങിയ എന്നാ വീട്? പുള്ളിക്കാരൻ തിരിച്ചു പോയി. പുള്ളിക്കാരന് വീട് കിട്ടിയില്ല. എന്നാ കിട്ടിയില്ല? പുള്ളി പോയി. പക്ഷെ മത്തായി പോയോ? പോയോ? ഇതുവരെ പോയിട്ടില്ല. ഇനിയും പോമോ? ഇല്ല. അതെന്നാ? ഡിമാൻഡില്ല. ഈ ഡിസംബർ 31-നകത്ത് നിന്നോട് പറഞ്ഞതെല്ലാം ഒരുങ്ങി വരാൻ പോവാ. നിന്റെ കുടുംബത്തോട് പറഞ്ഞതെല്ലാം ഒരുങ്ങി വരാൻ പോവാ. ദൈവം ഒരുക്കും. ഇല്ലാത്തത് അങ്ങോട്ട് പറഞ്ഞോണം, ഇല്ലാത്തത് പറഞ്ഞോണം. കർത്താവ്, ഇന്ന കാര്യമില്ല, ജോലി ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല, പറഞ്ഞോണം. ഭർത്താവ് വിശ്വാസി വരുന്നില്ല, പറഞ്ഞോണം. നീ പറഞ്ഞ ഭർത്താവ് വരും, നീ പറഞ്ഞ നന്മ വരും, നീ ചോദിച്ച കാട വരും, നീ കരഞ്ഞാൽ മന്ന ഇറങ്ങി വരും. ദൈവം കരുതാൻ പോകയാ, ദൈവം ഒരുക്കാൻ പോകയാ. ഓക്കെ, നിങ്ങൾ ആദമും ഹവ്വയും വിചാരിക്കുന്ന കഥയാണെന്നാണോ വിചാരിക്കുന്നത്? കഥയാണോ ആദമും ഹവ്വയും? അല്ല, കഥയല്ല. പോപ്പ പറഞ്ഞ കഥയാണ് ഇത്. കഥയല്ല, കഥയല്ല. ഞാൻ ബൈബിള് കഥയായിട്ട് വായിക്കുന്ന ആളല്ല. ആണോ? ഞാൻ ബൈബിള് ഇത്
നടന്ന സംഭവമായിട്ട് ചിന്തിക്കുന്നയാളും അങ്ങനെയാണ് എൻ്റെ മനസ്സിലെ ധാരണ. രാമയും പറഞ്ഞേ, ഇന്ന് പല ആളുകൾക്കും പ്രൊഫസേഴ്സിനൊക്കെ ഈ വചനം കഥയായിട്ട് മാറുക. ഇത് കഥയല്ല. അല്ല, ഞാനൊരു കാര്യം പറയാം. നീ കരയുമ്പോൾ ചോർന്നു നിൽക്കുന്ന ഒരുത്തനുണ്ട്, നീ നിലവിളിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരുത്തനുണ്ട്. നിന്റെ ജീവിതത്തിനകത്ത് കത്തിത്താളി ദൈവത്തോട് ചോദിക്കുമ്പോൾ, ഹൃദയം കത്തിക്കാളി പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു വാക്കൂടെ നാം പറയാ, കേട്ടോണം. നിങ്ങൾ കരയുന്നത് അപ്പച്ചന് ഇഷ്ടമല്ല. ഒരാമയും പറ. കണ്ണുനീര് തുടയ്ക്കുവാൻ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ചിലത് ദൈവം നിനക്ക് വേണ്ടി കരുതും. അങ്ങനെ ആദമും ഹവ്വയും കൂടെ പുറത്തു പോയി. ആദമും ഹവ്വയും കൂടെ തോട്ടത്തിന്റെ വെളിയിൽ പോയി. ഇപ്പൊ എവിടെയാണ്? ഏദൻ തോട്ടം എവിടെയാണ്? ഏദൻ തോട്ടത്തിന്റെ വെളിയിൽ എന്നാ ഉണ്ട്? കേൾക്കുന്നില്ല, മിണ്ടുന്നില്ല. ഒരു ദൂതൻ നിപ്പുണ്ട്. ആര് നിപ്പുണ്ട്? തിരിയുന്ന വാളുമായിട്ട് ഒരു ദൂതൻ നിപ്പുണ്ട്. തോട്ടത്തിലോട്ട് ഇനി പോകാൻ പറ്റുമോ? പറ്റുകയില്ല. എന്നാ പറ്റി? ഇത് പോകുന്നയാളിന് വെട്ടേക്കും. പോകുന്നയാളിന് സ്വർഗത്തിലെ അടിയന്തര കമ്മിറ്റി കൂടി. ഈ തോട്ടത്തിനകത്ത് ഇനി എങ്ങനെ കയറും എന്നതാണ് കമ്മിറ്റി. അനന്തരം നാം ആരെ അയക്കണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്നൊരു ചോദ്യം സ്വർഗത്തിലുണ്ടായി. ദൂതന്മാർ മിണ്ടാ നിൽക്കുകയാണ്, 24 മൂപ്പന്മാർ മിണ്ടാ നിൽക്കുകയാണ്, ആളുകൾ മിണ്ടാ നിൽക്കുകയാണ്, ജീവികൾ മിണ്ടാ നിൽക്കുകയാണ്, സകല സംവിധാനങ്ങളും മിണ്ടാ നിൽക്കുമ്പോൾ പുത്രൻ തമ്പുരാന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോകാം, അടിയനെ അയക്കണേ. നിങ്ങൾക്കറിയാമോ, 2023 വർഷം മുൻപ് എൻ്റെ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഈ ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് വേദപുസ്തകത്തോടുള്ള സ്നേഹം എന്നറിയോ? എത്ര മഹാഭാവിയാണേലും യേശുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ ക്ഷമിക്കും. ആമയും പറഞ്ഞില്ല. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്ക് ആ സംഭവം എങ്ങനെയാണെന്നറിയോ? എത്ര മഹാഭാവിയാണേലും യേശുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും. നീ ഇന്നലെ ചെയ്ത സകലതും അവൻ ക്ഷമിച്ചു. ഇന്ന് ചെയ്ത സകല പാപവും നിന്നോട് ക്ഷമിച്ചു. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചവർ രക്തത്തിന്റെ പവറിനെ കുറിച്ച് കർത്താവിനോട് പറഞ്ഞു. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുത്തേക്കാ നിങ്ങൾ വന്നിട്ടുള്ളത്. നിന്നോട് സകല പാപങ്ങളും ക്ഷമിക്കാൻ കരുത്തുള്ള ഒരു രക്തത്തിന്റെ പവറാ. മറ്റൊരിടത്തുമില്ലാത്തൊരു പവർ. ഒരാമയും പറ. നിങ്ങൾ കേട്ടില്ലേ? ഇതാ നീ വിശുദ്ധനായത്. നീ വിശുദ്ധനായോണ്ടല്ല, അവന്റെ രക്തമാ നിന്നെ വിശുദ്ധീകരിച്ചേ. ഒരു മതത്തിനും അവകാശപ്പെടാൻ ഇല്ലാത്തൊരു കാര്യം നമുക്ക് അവകാശപ്പെടാനുണ്ട്. അതാണ് യേശുവിന്റെ നിയമരക്തം. കൈയൊന്ന് പൊക്കി ഒരാമയും പറ. നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നിനക്ക് വേണ്ടി ഒരുത്തൻ പ്രവേശിച്ചു. ഒരാമയും പറഞ്ഞേ. തൂതൂടെ പറയാം. നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധി ഇവനെ വെട്ടപ്പെടും. നിന്റെ മുൻപിലുള്ള പ്രതികൂലം വെട്ടപ്പെടും. നിന്റെ വഴി തടഞ്ഞത് വെട്ടപ്പെടും. ഇന്ന് ചില ഒരുക്കങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു കണ്ണു കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരുക്കങ്ങൾ നിനക്ക് വേണ്ടി നടക്കുക. ഈ ആദമിനും ഹവ്വയ്ക്കും 2 പിള്ളേരുണ്ടായി. വേദപുസ്തകത്തിൽ 2 പിള്ളേരുടെ പേരേ ഉള്ളൂ, കയീനും ഹാബേലും. വേറെ പിള്ളേരുണ്ട് കേട്ടോ, വേറെ പിള്ളേരൊക്കെ ഉണ്ട്. എന്നാൽ പുസ്തകത്തിൽ എഴുതിയ 2 പേര് കയീനും ഹാബേലും. 2 പേരും കൂടെ പ്രാർത്ഥനയ്ക്ക് പോയി, യാഗമർപ്പിക്കാൻ. ബേസിക് കഥയാണേ. 2 പേരും കൂടെ യാഗമർപ്പിക്കാൻ പോയി. ഒരുത്തനെ കൊന്നു. ഒരുത്തനെ കൊന്നു. ഈ കൊന്നു കഴിഞ്ഞപ്പോൾ പുസ്തകം എഴുതി എന്നാണെന്നറിയോ? വേസം എഴുതി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു. അവൻ ഏനോശ് എന്ന് പേർ. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഒരാമയും പറ. കൊന്നു കഴിഞ്ഞപ്പോ എല്ലാം തീർന്നതാ, പക്ഷെ പുസ്തകം എഴുതി തുടങ്ങിയെന്ന്. ഒന്ന് കൈയടിച്ചു ഒരാമയും പറ. നിന്റെ കച്ചവടം പൂട്ടിയെന്ന് പലരും പറഞ്ഞ, പക്ഷെ ഇന്ന് രാവിലെ പുസ്തകം പറയാ തുടങ്ങാൻ പോവാ. തീർന്നല്ല, തുടങ്ങാൻ പോവാ. ഉറപ്പുള്ളവരുണ്ടോ? അകത്ത് തുടങ്ങാൻ പോവാ.
കായീൻ ഹാബേലിനെ കൊന്നു. കായീൻ അല്ലയോ? കായീൻ ഹാബേലിനെ കൊന്നു. പിശാച് കൈ കൊട്ടിയിട്ട് പറഞ്ഞു, തീർന്നു. ആരാധനയ്ക്ക് വന്നവനെ ഞാൻ കൊന്നു. ആരാധനയ്ക്ക് വന്നവനെ കൊന്നു. എടാ പിശാച്, നിനക്ക് ശരിക്കും തെറ്റി. ദൈവത്തിന്റെ പ്ലാൻ വേറെയാ. ഒരാമീൻ പറ. കരയല്ല കേട്ടോ. നിന്റെ പ്രതിസന്ധി കണ്ട് കരയരുതോ. ഒരു കാര്യം പറയാം, നിങ്ങൾ കേട്ടോണേ. ഒരപ്പച്ചൻ ഒരങ്കിയും പിടിച്ച് കരയുക. എന്നാ പിടിച്ച് കരയുക? ഈ അങ്കി ആടെയാ? യോസഫിന്റെ, മിസ്റ്റർ ജോസഫിന്റെ. ജോസഫിന്റെ അങ്കിയാ. എന്തിനാ കരയുന്നേ? ജോസഫ് ചത്തുപോയി. ജോസഫ് ചത്തുപോയി. സ്വപ്നം ചാവുന്നാണോ? അല്ല, സ്വപ്നം നിൽക്കുന്ന. പക്ഷെ ചത്തതാ കേട്ടത്. കേട്ടത് വിശ്വസിക്കരുത്, കണ്ടത് വിശ്വസിക്കണം. രാമീൻ പറ. കേട്ടത് വിശ്വസിക്കരുത്, കണ്ടത് വിശ്വസിക്കണം. നീ ദൈവത്തെ കണ്ടോ? കണ്ടെങ്കിൽ വിശ്വസിച്ചോ. ഇന്ന് രാവിലെ ഹൃദയം നിറഞ്ഞു വിശ്വസിച്ചോ. നിന്റെ അകത്തു കണ്ട വാഗ്ദത്തം വിശ്വസിച്ചോ. നിന്റെ അകത്തു കയറിയ ദൂത് വിശ്വസിച്ചോ. കേട്ടത് വിശ്വസിക്കേണ്ട, കണ്ടത് വിശ്വസിച്ചോ. വട്ടം കൂടി 10 പേര് നിന്നിട്ട് പറഞ്ഞു, അപ്പച്ചാ, ഒരു കാട്ടുമൃഗം അവനെ കൊന്നുകളഞ്ഞു. കാട്ടുമൃഗം. ഒരു ദൂത് ഞാൻ പറയാം, കൊന്നത് തിരിച്ചു വരും. ആമീൻ പറയാൻ പറ്റുമെങ്കിൽ ആമീൻ പറഞ്ഞോ. നിന്റെ അവകാശം ആരാണ്ട് തട്ടിപ്പറിച്ചിട്ടുണ്ട്, ഇന്ന് തിരിച്ചു വരും. നിന്റെ നന്മ ആരാണ്ട് കൊണ്ടുപോയിട്ടുണ്ട്, അത് തിരിച്ചു വരും. നിന്റെ ഐശ്വര്യം ആരാണ്ട് കൊണ്ടുപോയിട്ടുണ്ട്, ഇന്ന് രാവിലെ തിരിച്ചു വരും. ഞാൻ ദൂത് പറയുക, നിനക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിന്റെ വീട്ടിലുണ്ട്, ഇന്ന് തിരിച്ചു വരും. നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടത് എല്ലാം ദൈവം തിരിച്ചു തരാൻ പോവുക. നഷ്ടപ്പെട്ടത് മുഴുവൻ കർത്താവ് നിനക്ക് തിരിച്ചു തരാൻ പോവുക. ഒരു 14 വർഷം കരഞ്ഞ ആള്. 14ാമത്തെ വർഷം ഒരു രഥം വരുന്നു. എന്തുവാ രഥം? ഒരു ആമീൻ പറ. ചത്തുപോയവൻ അയച്ച രഥം വരുന്നു. സ്വപ്നമല്ലേ? സ്വപ്നം കാണുന്നത് പോലെ ചില വിടുതൽ നിന്റെ വീട്ടിൽ വരും. ഇത് വിശ്വസിച്ച് കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറ. ഇത് ചെറുക്ക് ബാധകമാകട്ടോ. എന്നോട് ദൈവം പറയാ, ഷട്ടറിടാൻ തുടങ്ങുന്ന കടക്കകത്ത് ഒരത്ഭുതം നടക്കാൻ പോവാ. ക്ലോസ് ചെയ്യാൻ തുടങ്ങുന്ന ബിസിനസ്സിനകത്ത് ഒരത്ഭുതം നടക്കാൻ പോവാ. നിനക്ക് ആരോഗ്യമില്ലാത്ത നിന്റെ ശരീരത്തിനകത്ത് അഭിഷക്തന്മാരെ സ്വപ്ന തുല്യമായ ചില വിടുതൽ നടക്കാൻ പോവുക. സ്വപ്ന തുല്യമായ ചില അത്ഭുതം നിന്റെ വീട്ടിൽ വരും. അത് വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞേ. 2023 ഡിസംബർ 31 സ്വപ്ന തുല്യമായ ചില വിടുതൽ നിന്റെ വീട്ടിൽ വരും. സ്വപ്ന തുല്യമായ ചില വിടുതൽ നിന്റെ വീട്ടിൽ വരും. സ്വപ്ന തുല്യമായ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ വർഷം തീരുന്നതിന് മുൻപ് ചില സ്വപ്ന തുല്യമായ വിടുതൽ വരും? നാട്ടുകാര് ഷട്ടർ ഇടുമെന്ന് പറഞ്ഞ നിന്റെ ബിസിനസ് പുനരാരംഭിക്കും. രാമേൻ പറ. ആളുകൾ തകർന്നു പോകുമെന്ന് പറഞ്ഞ നിന്റെ തലമുറ രാജ്യങ്ങളുടെ ചവിട്ടുപടി ചവിട്ടും. അങ്കി പിടിച്ചോണ്ട് കരഞ്ഞ അപ്പച്ചന്റെ വീട്ടിൽ മിസ്രൈമിന്റെ കൊടി വെച്ച രഥം വന്നു. എന്താ? മിസ്രൈമിന്റെ കൊടി വെച്ച രഥം. എനിക്കൊരു ചെറുക്കനുണ്ട്, എനിക്ക് ഏറ്റവും സ്നേഹം അവനോടായിരുന്നു. അവനെ ഒരു മൃഗം കൊന്നു കളഞ്ഞു. അവനെ ഒരു മൃഗം. ശരിക്കും യോസഫിനെ കൊന്ന മൃഗം ഏതാ? 10 ചേട്ടന്മാരാ. രാമീൻ പറ. ആരാ കൊന്നേ? സഹോദരന്മാരാ. രാമീൻ പറഞ്ഞില്ല. സ്നേഹമാണ് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ കൊല്ലുന്നവരാന്ന് വിചാരിച്ചോണം. രാമീൻ പറഞ്ഞില്ല. ചേട്ടന്മാര് വട്ടം കൂടി എന്ന് കൊന്നു. ആരെ? ജോസഫിനെ. ജോസഫ് ചത്തോ? രാമീൻ പറ. വാക്തത്വമുള്ളവനെ ആര് കൊന്നാലും അവൻ പൊങ്ങി നിൽക്കും. കൈ ഉയർത്തി ആമേൻ പറഞ്ഞു. ആര് കൊന്നാലും അവൻ ഉയർന്നു നിൽക്കും. വാക്തത്വം അവനെ ഉയർത്തിപ്പിടിക്കും. ഇത് ദൂതാ ഞാൻ പറയുന്നത്. ഒരുക്കുന്ന ദൈവം പറഞ്ഞേ. 2023 എല്ലാം നീ കൈകൊണ്ട് വാങ്ങും. എല്ലാം നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ദൈവം നിനക്ക് നന്മ ഒരുക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. 2023 വരെ കേട്ടതെല്ലാം നടക്കും. നിന്റെ കടയ്ക്ക് ഷട്ടർ ഇടത്തില്ല.
നിന്റെ ബിസിനസ് പൂട്ടത്തില്ല, നിന്റെ ജോലി അവസാനിക്കത്തില്ല, നിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാകത്തില്ല, നിന്റെ കുഞ്ഞ് കെട്ടപ്പെടത്തില്ല, നിന്റെ ജീവിതം തീർന്നിട്ടില്ല. ദൈവം ചില തുടക്കങ്ങളിൽ നിനക്ക് വേണ്ടി തുടങ്ങാൻ പോകുകയാ.